ഹലോ നമസ്കാരം. സന്തോഷ് കുമാർ. UDF കേരളത്തിൽ അധികാരത്തിലെത്തിയാൽ എല്ലാ സ്ത്രീകൾക്കും KSRTC ബസ്സിൽ സൗജന്യ യാത്ര നൽകുമെന്നും കേരളത്തിലെ എല്ലാവർക്കും 25 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയും കേരളത്തിലെ CSI സഭാ നേതാവ് TT പ്രവീണിനെ തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് നൽകുകയും കേരളത്തിലെ കോൺഗ്രസിന് CSI സഭയുടെ പിന്തുണ ലഭിക്കുമെന്ന് വാർത്തകൾ. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന FCRA വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് താൽക്കാലികമായി നിർത്തിവെച്ചു. കേരളത്തിലെ LDF സർക്കാർ 10 വർഷം ഭരണം നടത്തി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കിഫ്ബി വഴിയുള്ള 1 ലക്ഷം കോടിക്ക് മുകളിലുള്ള വികസന പ്രവർത്തനങ്ങൾ, സ്കൂളുകളിലെ മികച്ച സൗകര്യങ്ങൾ, വൈദ്യുതി മുടക്കമില്ലാതെ സഹകരണ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുകയും റോഡുകളും തുരങ്കങ്ങളും പാലങ്ങളും നിർമ്മിക്കുകയും സർക്കാർ 100 സീറ്റിൽ കൂടുതൽ നേടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ 10 വർഷം പൂർത്തിയാക്കുമ്പോൾ 10-ാം ക്ലാസ് പരീക്ഷ എഴുതി സർക്കാരിൻ്റെ 16-ാം സംസ്ഥാന തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടും ഒരുപോലെ ഒരുമിച്ചറിയാം. എല്ലാ പാവപ്പെട്ട കുടുംബങ്ങൾക്കും 2500 രൂപയുടെ ഭക്ഷ്യ സുരക്ഷാ കാർഡ് ആരോഗ്യ പദ്ധതി. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കുടിവെള്ളം വിതരണം സൗജന്യമായി. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് 2 LPG ഗ്യാസ് സിലിണ്ടറുകൾ. എയിംസ് പൂർത്തീകരിക്കാൻ പദ്ധതി. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ അതിവേഗ റെയിൽ പദ്ധതി. കോഴിക്കോട് വരെയുള്ള മെട്രോ. BJPയുടെ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക. കേരളത്തിൽ BJPയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ തുടരുന്നു. ആദ്യമായി തൃശ്ശൂരിൽ നിന്നും ഒരു കേന്ദ്രമന്ത്രിയും സുരേഷ് ഗോപി തിരുവനന്തപുരം കോർപ്പറേഷൻ BJPയുടെ NDAയുടെ ഭരണത്തിൽ ഏപ്രിൽ 4-ന് പ്രചാരണ പരിപാടികൾക്കായി നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നു. ഏപ്രിൽ 9-ാം തീയതി കേരളം വിധി എഴുതുമ്പോൾ മെയ് 4-ാം തീയതി മത്സരഫലം അറിയാം. എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കും.